നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു ഗംഭീര വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ തോക്കുസ്വാമിയുടെയാണ്. തോക്കുസ്വാമിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കറതീർന്ന RSSകാരനാണ്. സനാതന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ഹിന്ദു എന്നാണ് പുള്ളി പറയുന്നത്. ബാക്കി ഈ സംഘപരിവാറും അതുപോലെ തന്നെ ഈ RSS ഒന്നും സനാതനധർമ്മം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവരൊന്നും അല്ല. ഇവരാരും ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശമൊന്നും എടുക്കേണ്ടെന്ന് ഈ സ്വാമി പല പ്രാവശ്യം ചാനൽ ചർച്ചകളിൽ വന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും തോക്കുസ്വാമി നിരന്തരം സംഘപരിവാറിനും BJPക്കും ഒരു തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനത്തിൽ തിരുവനന്തപുരം രാജകുടുംബത്തെ കുറിച്ചിട്ടും ഒരു സമുദായത്തെ വഞ്ചിച്ച് പറ്റിച്ച് ജീവിക്കുന്ന ഒരു ഒന്നാന്തരം വേട്ടാവളിയനായിട്ടുള്ള നമ്മുടെ ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ആ മരങ്ങോടനെ കുറിച്ചിട്ട് സ്വാമി എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു കിടിലം വീഡിയോ. ഈ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വളരെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. ഒരു സ്കൂളിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. 10-28 കുട്ടികൾ, അവർ ഈ മുസ്ലിം വേഷം ധരിച്ചിട്ടുള്ള ദർസിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവർ അഡ്മിഷന് വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അഡ്മിസ്ഡ് ആയിട്ടുള്ള സ്ത്രീയാണ് ഇവർക്കെതിരെ രൂക്ഷമായിട്ടുള്ളൊരു ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തി. അത് വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം ഇപ്പം സംഘപരിവാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഇപ്പോൾ ഒരു കുട്ടി തട്ടവിട്ടുകൊണ്ട് വന്ന ഒരു വിഷയം എത്രത്തോളം ഇവിടുത്തെ കേരളത്തിലെ ചാനലുകൾ ചർച്ച ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എവിടെയും മതം കണ്ടെത്തി അവിടെ വർഗീയത പടർത്തുകയും ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരങ്ങോടന്മാർക്ക് ഇങ്ങനെ ഒരു സ്വാമിയെങ്കിലും വേണ്ടേ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ. ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന ഒരു സ്വാമിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറേ കാലമായിട്ട് ഇസ്ലാമിനെ ഇങ്ങനെ പൊക്കി അങ്ങ് ആകാശം വരെ കൊണ്ടുപോയി അവന് കിട്ടാവുന്ന എല്ലാം ഈ സമുദായത്തിൽ നിന്ന് നേടിയെടുത്തിട്ട് അവസാനം പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയിട്ടുള്ള ചേറ്റയാണ് ഇവനെ പോലുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ തോക്കുസ്വാമി വെള്ളാപ്പള്ളിയെ കുറിച്ചിട്ടും ഈ രാജകുടുംബത്തെ കുറിച്ചിട്ട് പറയുന്ന ആ ഞെട്ടിക്കുന്ന ആ രഹസ്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 7.5 ഏക്കർ പറമ്പോക്ക് ഭൂമി എന്ന് പറയുന്നതിലാണ് അതിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ വകയിൽ ഈ കൊട്ടാരത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കുറച്ച് രാജഭക്തിയുള്ള കുറച്ച് യൂസ്ലെസ്സുകളുണ്ട്. യൂസ്ലെസ് അവരിപ്പോൾ തന്നെ പറഞ്ഞ് മീശ പിരിച്ചു വെച്ചിട്ട് പറഞ്ഞ് പിണറായി വിജയനെ തൊട്ടാൽ തലസ്ഥാനം കത്തിയെങ്കിൽ പൊന്ന് തമ്പുരാനെ തൊട്ടാൽ കേരളം കത്തുമെന്ന്. ആ പഴുതാര പോലെ ഒരു മീശയും പിടിച്ചിരിക്കുന്ന ആ ഊളേനെയാണോ പൊന്ന് തമ്പുരാൻ എന്ന് പറയുന്നത്? അവൻ്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? നായാട്ട് നടത്തി വന്നവനാണ്, യുദ്ധം ചെയ്തവനാണ് രാജാവ്. ഒരു കൊതുവിനെ പോലും നേരെ അടിച്ചിടാൻ പറ്റാത്തവനാണോ രാജാവ്? ഒരു തുരുമ്പ് പിടിച്ച വാളും വെച്ചിട്ട് കുറേ റീലും നടത്തി. എത്ര ഈ പ്രസ് ക്ലബ്ബിൽ ഇരുന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ സ്ത്രീകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല. അത്രയും മോശമായ കാര്യങ്ങളാണ് അയാൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത്. ഒരു ADGPക്ക് അവിടെ ഭൂമി കിട്ടിയതിൻ്റെ പിന്നാമ്പുറ കഥകളെ പറ്റി മാധ്യമങ്ങൾ അന്വേഷിക്കണം. എങ്ങനെയാണ് ADGPക്ക് അവിടെ ലാൻഡ് കിട്ടിയെന്ന്, എന്ത് കാര്യത്തിൻ്റെ ഒത്തുതീർപ്പിലാണ് ലാൻഡ് കിട്ടിയെന്ന് അന്വേഷിക്കണം. നിങ്ങൾക്ക് അന്വേഷിക്കാനുള്ള പവറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു ബ്രേക്കിങ്ങും കൂടെ ഞാൻ തരികയാണ്. മാധ്യമങ്ങൾ കള്ളന്മാരാണ്, മാധ്യമങ്ങൾ കൊള്ളില്ല, പോലീസ് തെണ്ടിത്തരം കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരിപ്പോൾ പ്രശ്നം നടത്തുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് കൊട്ടാരത്തു നിന്ന് സ്വർണ്ണ മോഷണം പോയതും രത്നങ്ങളൊക്കെ മോഷണം പോയതും നിങ്ങളൊക്കെ കണ്ടതാണ്, അറിഞ്ഞാണല്ലേ? വാർത്ത കേട്ടില്ലേ? ആ സ്വർണം മോഷണം പോയതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും പോലീസിന് കിട്ടി. ACP സന്തോഷിൻ്റെ കയ്യിൽ ആ തൊണ്ടി വിറ്റ പൈസ, മീൻസ് ആ മുതൽ വിറ്റ പൈസ എല്ലാം കൊട്ടാരത്തിലെ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലും ആ സ്ത്രീക്ക് വളരെ വേണ്ടപ്പെട്ട വേറൊരാളുടെ അക്കൗണ്ടിലും വന്നു. ഞാൻ അതിപ്പോൾ പറഞ്ഞാൽ അതിപ്പോൾ സ്ത്രീ അപമാനിച്ചു എന്ന് പറയും. ഞാൻ അത് പറഞ്ഞില്ല. പോലീസിൻ്റെ എല്ലാ റിപ്പോർട്ടുണ്ട്, നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കണം. കാർത്തിക് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കമ്മീഷണർ വളരെ സ്ട്രോങ് ആയിട്ട് ആരെടുത്തും വളയാതെ അദ്ദേഹം ഈ അന്വേഷണം നടത്തി വിവരം കൊണ്ടുവന്നു. പക്ഷേ FIR ഇട്ട് കഴിഞ്ഞപ്പോൾ അശ്വതി തമ്പുരാട്ടി എന്ന് പറയുന്ന അവർ പറഞ്ഞ എന്താണെന്നറിയോ? കൊട്ടാരത്തിലെ ആൾക്കാരുടെ പേര് വരികയാണെങ്കിൽ ഇത് പുറത്തു വരരുതെന്ന്. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് ന്യായമാണെന്ന് പറയൂ. ഈ പൈസ ആരുടെ അക്കൗണ്ടിലാണ് വന്നത്? ഇതെല്ലാം പോലീസിൻ്റെ കയ്യിൽ കിട്ടി, പക്ഷെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് ജീവൻ പണയം വെച്ചിട്ടുള്ള ഒരു ഗെയിമാണിത്. ഇതൊരു വലിയ മാഫിയാണ്. ഇതിനെതിരെ ഭദ്രാനന്ദ് അല്ലാതെ ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു അവസരവാദി ഓർമ്മയുണ്ടോ? അറിയോ? ആ പരനാറി കുലംകുത്തി ഈ വർഗീയവാദി, അയാളും അയാളുടെ മോനും എല്ലാവരും കൂടെ ഇപ്പോൾ വീണ്ടും UDFൻ്റെ അടുത്ത് ചെന്നിരുന്ന് മസാജിങ്ങും ഷേവിങ്ങുമായിട്ട് പോയിട്ടുണ്ട്. അയാളെ അടിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് UDF ചിന്തിക്കേണ്ടത്. കാരണം UDF തോക്കാൻ വേണ്ടി തന്നെയാണ് അവർ പ്രവർത്തിച്ചത്.
ഇപ്പം വീണ്ടും അവിടെ പോയിട്ടുണ്ട്. കാരണം മകേഷിൻ്റെ അടക്കം എത്ര കൊലപാതകങ്ങൾ, എത്ര ആത്മഹത്യ, എത്ര ആൾക്കാരുടെ ചോരയാണ് ഈഴവർ സമൂഹത്തിൽ അവർ ഊറ്റിയെടുത്ത് കുടിച്ചത്. മോനെ കൊണ്ട് സെൻട്രലിലും വിട്ടിട്ടുണ്ട്. അച്ഛൻ ഇവിടെ പിണറായിയുടെ കൂടെ നടന്നു. ഇപ്പം നേരെ വി ഡി സതീശൻ്റെ സൈഡിലോട്ടും രമേശ് ചെന്നിത്തലയുടെ സൈഡിലോട്ടും പോയിരിക്കുകയാണ്. ഒരു കാര്യമേ ഉള്ളൂ, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനൊക്കെ ഈ പറയുന്ന പോലെ ഒരു സീതാദേവിയുടെ ഒരു ധർമ്മം പാലിക്കുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. മറിച്ച് ഷക്കീലയുടെ ധർമ്മമാണ് പാലിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിലോട്ട് പോയാൽ മതി. ഞാൻ ആ രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളത് എനിക്കിതിൽ പറയാനുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹണിമൂണല്ലേ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചിരിച്ചു നടക്കട്ടെ. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മുള്ളുണ്ട്, അത് അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കെയർഫുൾ ആയില്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പറ്റിയതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരും. ഏത് ഇപ്പോഴും ഞാൻ പിണറായിയെ സപ്പോർട്ട് ചെയ്യും. വി ഡി സതീശനെ എനിക്കിഷ്ടമാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. ഇലക്ഷന് ശേഷവും അതുപോലെ തന്നെ അദ്ദേഹം CM ആവുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെയും നല്ല ബന്ധത്തിൽ തന്നെയാണ്. പക്ഷെ എന്ന് കരുതി ഒരാളെ ഇകഴ്ത്തി ഒരാളെ പുകഴ്ത്തിയും പറയാനൊന്നും ഞാൻ തയ്യാറല്ല. അദ്ദേഹത്തിന് ആവശ്യത്തിലധികം ഉപദേശകരുണ്ട്. പക്ഷേ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശം അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് കൊടുക്കും. അദ്ദേഹം ആവശ്യപ്പെട്ടാൽ പലതും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അത്രേ ഉള്ളൂ. ആവശ്യപ്പെടുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഉപദേശം വേണോ സഹായം വേണോ എന്ന് ചോദിച്ച് പറയാനൊക്കാൻ പറ്റില്ലല്ലോ. എല്ലാ ചോദ്യവും നല്ല വെടിക്കെട്ട് ചോദ്യമേ ആ സാധനം ചവിക്കുള്ളൂ അല്ലേ. സോ താങ്ക് യു. ഇത് നിങ്ങളൊന്ന് കൈകാര്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രാത്രി ഞാൻ വേറൊരു സാധനം ഷെയർ ചെയ്യുന്നുണ്ട്. അത് പറ്റുമെങ്കിൽ നാളെ നമുക്കത് കൊണ്ടുവരാം. എല്ലാം കൂടെ ഒറ്റ സമയത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്. പലരും പറയും തോക്കുസ്വാമി വെളിവില്ലാത്തവനാണ്, തോക്കുസ്വാമി എന്തൊക്കെ അടിച്ചു കയറ്റിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് നേതാക്കന്മാരെ കുറിച്ച് പറയുന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ തൻ്റെ ഇടത്തോടുകൂടി സംഘപരിവാറിനെതിരെയും ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെയൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതെനിക്ക് പുള്ളിയോട് എന്തായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് പുള്ളിയോട് യോജിപ്പാണുള്ളത്. ഇപ്പം നമ്മുടെ ഗുരുസ്വാമിയുടെ ആശയത്തെ വിറ്റ് ജീവിക്കുന്ന അപ്പനും മകൻ കേന്ദ്രത്തിലും അപ്പൻ കേരളത്തിലും ഇതുപോലത്തെ ഒരു അവസരവാദി, ഇദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നില്ല. എന്നെ പോലുള്ളവനെ നമ്പിയാൽ നമ്പിയവൻ ഊമ്പന എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ UDF തോക്കണമെന്ന് പറഞ്ഞ് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഈ വേട്ടാവളിയന്റെ മുമ്പിലാണ് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന മന്ത്രി പോയിട്ട് പൊന്നാട അണിയിച്ചതും അയാളുടെ കാല് തൊട്ട് വന്നിച്ചതും. എത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ, അതായത് ബിന്ദു കൃഷ്ണ അടക്കം UDFന്റെ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ കർണത്തടിക്കുന്ന പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹവും ഈ പറയുന്നവന്റെ മകനെ പോയി കണ്ട് 16 കോടി തട്ടിയ കേസിൽ ഗൾഫിൽ കിടന്നപ്പോൾ യൂസഫലിയെ പോലുള്ള ഒരാൾ വേണ്ടി വന്നു അവനെ നാട്ടിലേക്ക് എത്തി. അപ്പം ഇതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പച്ച വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വേട്ടാവളിയന്മാരുടെ മുമ്പിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ എന്തിനാണ് പോകുന്നത്? ഇവനെ കൊണ്ട് എന്തെങ്കിലും നേട്ടം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടായിട്ടുണ്ടോ? അപ്പം സ്വാമി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഇതൊക്കെ നിങ്ങൾ പത്രക്കാരെ അന്വേഷിച്ച് സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് കൊണ്ടുവരട്ടെ. അല്ലാതെ സംഘപരിവാറിന് വേണ്ടി കുഴലൂത്ത് നടത്താനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ CPM-ന് സംബോധിച്ചതിനെക്കാട്ടിലും വളരെ ദയനീയമായിരിക്കും കേരളത്തിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നേരിടേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ ആ മനസ്സിലാക്കി വേണം ഇവിടുത്തെ നേതാക്കന്മാർ മുന്നോട്ട് പോകാൻ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി ഇവിടുത്തെ ഒരു സമുദായത്തിനെതിരെ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത CPM-ന്റെ അവസ്ഥ എന്താണെന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ കണ്ടതാണ്. എന്തായാലും തോക്കുസ്വാമിക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയാൻ ആരെങ്കിലും ഒരാളൊക്കെ വേണ്ടല്ലേ. അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞെരിപ്പായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.